കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. മറ്റേ ഡിസ്കഷൻ നാളെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. പവർജി അതിൻ്റെ തീരുമാനം എടുക്കണം. അതായത് നാളെ ശരത് പവാറിന്റെ വീട്ടിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും. അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ പവാർജിയായിട്ട് സംസാരിച്ചു. എൻ്റെ വിഷയങ്ങൾ ചർച്ചയിൽ പ്രകാശ് കാരട്ട് വന്നു, ഇപ്പോൾ അതേപോലെ ചാക്കോ വന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വളരെ നല്ല സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയായിരുന്നില്ലേ? അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പോയത് പവാർജിയെ കാണാനാണ്. അദ്ദേഹത്തെ കണ്ടു, എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. മറ്റുള്ള ചർച്ചകൾ അദ്ദേഹം ഇന്നലെ പി സി ചാക്കോ സാറ് വളരെ ക്ലിയറായിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു 17-ാം തീയതി ഇതിനൊരു തീരുമാനം ഉണ്ടാകും, ആ വിഷയം അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് പവാർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മന്ത്രിമാറ്റം അനിവാര്യമാണോ? ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ എങ്ങനെയാണോ? ഇല്ല, ഈ അനിവാര്യം അതൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ NCP എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനം. അന്ന് പ്രഫുൽ പട്ടേലായിരുന്നു പവാർജിക്ക് പകരപ്പെട്ട് അവിടെ വന്ന് വിഷയം പറഞ്ഞത്. ഞാൻ വളരെ ക്ലിയറായിട്ട് വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ വിഷയമാണ്. അതാണ് ഞാനും പവാർജിയോട് സംസാരിച്ച ആ വിഷയം തന്നെയാണ്. അതിന് തീരുമാനം ഉണ്ടായിരുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യവും ഞാൻ ഡിസ്കസ് നാളെ പ്രകാശ് കാരാട്ട് ചർച്ചകളുടെ ഭാഗമാകുമോ അറിയില്ല. അത് പവാർജിയോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല എന്നാണോ? ഞാനില്ലാത്ത ചർച്ചയിൽ എങ്ങനെ ഞാൻ തീരുമാനമായിട്ടുണ്ടോ ഇല്ലെന്ന് പറയാം. ഞാൻ കാണാൻ പോയത് നിങ്ങളോട് ഞാൻ പോകാൻ നേരവും പറഞ്ഞു പവാർജിയാണ്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഇന്ന് എനിക്ക് 1/4 മണിക്കൂറോളം അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടി. കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വിഷയങ്ങൾ എല്ലാം കഴിഞ്ഞു. അങ്ങ് ശരത് പവാർജിയുടെ വീട്ടിലുള്ളതാണ് പ്രകാശ് കാരാട്ട് അവിടെ എത്തിയതും അങ്ങ് മടങ്ങും മുമ്പ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കണ്ടു. പക്ഷെ ഞാൻ കാണാത്ത കാര്യത്തിന് മറുപടി പറയാനൊക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. ശരിയല്ലേ? ഞാൻ കണ്ടിരുന്നു, ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ കാണാൻ പോയത് പവാർജിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ലെറ്ററും കൊടുത്തു എൻ്റേതായിട്ട്. പ്രകാശ് കാരാട്ടിനെ താങ്കൾ അവിടെ വെച്ച് കണ്ടിട്ട് പോലില്ല? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ അങ്ങനെ അത്രയും വലിയൊരു നേതാവുമായിട്ട് സംസാരിക്കത്തക്കുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. അത് പവാർജിയുടെ ഇതിൽപ്പെട്ട കാര്യം അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ട് ആവശ്യമാണ്. തോമസ് ജോസ്, താങ്കൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രവാറിനോട് വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ കാര്യമായിട്ട് അദ്ദേഹം അതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കുകയും ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പവാർജി എന്ന് പറയുന്ന നേതാവ് എൻ്റെ സഹോദരനെ തോമസ് ചാണ്ടിയുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാനുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തോടെ വിഷയം പറയാം. കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്. കാരണം ഇതിപ്പോൾ ഒത്തിരി നാളായിട്ടിട്ടുണ്ട്. നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ചർച്ച നാളെയും തുടരും. നാളെ താങ്കളൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നുണ്ടോ? ശുഭമല്ലാത്തൊരു വാർത്തയും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കത്തില്ല. എല്ലാ വാർത്തയും ശുഭമായിരിക്കട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ന്യൂസിന് വേണ്ടിയിട്ട് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു കുഴപ്പിക്കേണ്ട. നാളെ താങ്കൾ പോകുന്നുണ്ടോ പവാർജിയുടെ വീട്ടിൽ? ഞാനോ? എന്നെ വിളിച്ചിട്ടില്ല. ഇനിയുള്ള ചർച്ചകളിൽ അങ്ങ് ഭാഗമല്ല എന്നാണ്? ഇല്ല, ആവശ്യമില്ലല്ലോ. അത് എൻ്റെ കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വമാണ്. അത് പി സി ചാക്കോയും ശരത് പവാറും സുപ്രിയ സുലെയും ജിതേന്ദ്ര അവാദും ഒക്കെ ചേർന്ന് നടത്തേണ്ട മീറ്റിംഗാണ്. രണ്ട് പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ അനുകൂലമായൊരു തീരുമാനം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? അല്ല, ഞാനതാണല്ലോ അദ്ദേഹത്തെ കാണാൻ പോയത്. ഇത് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല. കാരണം ഇങ്ങനെ ഒരു ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. അതാണ് എൻ്റെ വിഷയം. അതെ ഞാൻ പവാർജി ധരിപ്പിച്ചത്. ടെൻഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ല. ഇന്ന് എയർപോർട്ട് ഫ്ലൈറ്റിനകത്ത് മുതൽ എന്നെ പിടിക്കാൻ തുടങ്ങിയതാണ് മീഡിയക്കാർ. അത് ഇവിടം വരെ നിൽക്കുന്നു. ഞാൻ പോലും അതിശയിച്ചു പോയി ഇന്ന്. കാരണം ഇതൊരു ശരിക്കും ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് വന്ന കാര്യമല്ല. ഞാൻ പവാർജിയെ കാണാൻ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 17-ാം തീയതി തോമസ് നമുക്ക് ഡീറ്റെയിലായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ടൈം തരാം. അന്നവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക ഒരു ഫംഗ്ഷനിൽ എന്നെയും പി സി ചാക്കോയും മാത്രമേ ലഞ്ചിന് ക്ഷണിച്ചിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ അവസരമല്ല. അപ്പോൾ അത് എനിക്ക് സമയം തന്നതനുസരിച്ചാണ് ഞാനിന്ന് വന്നത്. ഈ പ്രകാശ് കാരാട്ട് വീട്ടിലേക്ക് വന്നതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
ഇതിപ്പോ താങ്കൾ അവിടെ വെച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു, എന്തായാലും വരുന്നത് പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു, അതിന് താങ്കൾക്ക് എന്താണ്? അല്ല, നിങ്ങളുടെ ജോലി അതാണ്, എൻ്റെ ജോലി അതല്ല. നിങ്ങൾ ആര് വരുന്നു, ആര് പോകുന്നു, എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറയാം മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഫാക്ടറാണ് അല്ലേ. അപ്പം അവരാണല്ലോ വിഷയങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരികയും. ഇപ്പം തോമസ് ഡൽഹി വന്നെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞ് നിങ്ങളാണ് അറിയിച്ചത്. അപ്പോൾ അതിനൊന്നും അതിനൊന്നും എതിരഭിപ്രായം പറയേണ്ട കാര്യമില്ല. ശരിയായിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അനാവശ്യമായിട്ടുള്ള ടോക്കിലേക്ക് പോകാത്തത്. വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംഭാഷണത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയും, അത് പിന്നെ ഹൈലൈറ്റ് ചെയ്യും, അത് തന്നെ വേണം എടുത്ത് കാണിക്കാൻ. ഞാൻ ഒരു ഉദാഹരണോടെ പറയാം. എന്നോട് മീഡിയാസ് ഒരു ദിവസം ചോദിച്ചു നാട്ടിൽ വെച്ച്, AK ശശീന്ദ്രന് സുഖമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ എങ്ങനെയുണ്ട്? എനിക്കറിയില്ല, AK ശശീന്ദ്രന് സുഖമുണ്ടോ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങ് മാറ്റി ഞാൻ പറഞ്ഞത് മാത്രം. AK ശശീന്ദ്രന് സുഖമില്ല എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുള്ളതല്ല, മനസ്സിലായോ? അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രം അങ്ങനെ കാണിക്കരുതൊരിക്കലും. സത്യസന്ധമായ രീതിയിൽ കാണിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ്. ഡൽഹിയിൽ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു തോമസ് കെ തോമസ്. നാളെ വിശദമായ ചർച്ച ശരത് പവാറിന്റെ വീട്ടിൽ നടക്കും എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്.